നിറവേറ്റി കൊടുത്തുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാകുമ്പോ നിന്റെ അവസാന ഘട്ടം വരുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരില്ല. നാട്ടുകാരുണ്ടോ? നാട്ടുകാരില്ല. കുടുംബക്കാരുണ്ടോ? കുടുംബക്കാരില്ല. നിനക്കൊന്ന് നാവ് പൊന്തിച്ച് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഈമാനിന്റെ ഇഖ്ലാസിന്റെ കണിക അത് ചൂടാറാതെ കിടക്കുന്നുവെങ്കിൽ നിന്റെ നാവിൽ അതിന്റെ വിസ്മയം തീർത്തുകൊണ്ട് കലിമ ചൊല്ലാനൊക്കും. പക്ഷേ നാവിലൂടെ അങ്ങനെ ഒരു അക്ഷരം മൊഴിയാൻ നിന്റെ നാവ് പൊങ്ങുന്നില്ല. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി പേടിപ്പെടുത്തുന്ന ധാരാളം മരണങ്ങൾ കണ്ട കൂട്ടത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു മരണം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ജീവിതത്തിന്റെ അവസാനം കാര്യബോധത്തിലല്ലാതെ പോയി. കളിയിലായിട്ടല്ലേ ജീവിതം സമാപിച്ചത്, കളിയിലായിട്ടല്ലേ ജീവിതം അവസാനിച്ചത്. മറ്റൊരു മരണം എന്താണെന്നറിയോ? കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, മദ്യപാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതേ ശ്വാസം മുട്ടിപ്പോയി. അദ്ദേഹത്തിന് ശ്വാസം തിരിച്ചെടുക്കാൻ കഴിയാതെ ആകെ വിഷമത്തിലായി. അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് രക്തം അങ്ങോട്ട് കയറിക്കൂടി. ഉടനെ തന്നെ രക്തം ഛർദിച്ചു മരണപ്പെട്ടുപോയി. അവസാനം വിടവാങ്ങുമ്പോ വായിലുള്ളത് നജസാണേ, കുടിച്ചിരിക്കുന്നത് നജസാണേ. നജസ് കുടിച്ച നാവ് കൊണ്ട് എങ്ങനെ കലിമ ചൊല്ലാനാ, എങ്ങനെ കലിമ ഉച്ചരിക്കാനാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യം നന്നാകാൻ വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം, ആഖിബത്ത് നന്നായി കിട്ടാനല്ലേ നമ്മുടെ ജീവിതം. അല്ലാഹു നമ്മോട് ചെയ്തൊരു നഫ്സി വസിയ്യത്തല്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന വലിയ അനുഗ്രഹം തന്നില്ലേ, ഇനി നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. മുസ്ലിമായി മരിക്കണമോ? അതിനെന്താ ചെയ്യേണ്ടത്? ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുക, മുത്തഖീങ്ങളായി ജീവിക്കുക. അതാണ് ആഖിബത്ത് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന്. അവസാന ഘട്ടം നന്നായി കിട്ടിയാൽ നമ്മുടെ ജീവിതം ലാഭത്തിലായി, നമ്മുടെ ജീവിതം സന്തോഷത്തിലായി. എത്ര ആളുകളാണ് നിങ്ങൾ നോക്ക്, അവസാന ഘട്ടത്തില് അവരെ ജീവിതത്തിന്റെ റിസൾട്ട് അവര് പറഞ്ഞത് നഊദു ബില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോകുമ്പോ അയാള് അവസാന നേരത്ത് പറയുന്നത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു പാട്ടങ്ങനെ പാടുകയാണ് ഇയാൾ. മരണം വരുന്ന നേരത്ത് ഇയാൾ പാടുകയാണ് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. എന്താന്നറിയോ സംഗതി സഹോദരങ്ങളെ? മുൻജാബു എന്ന് പേരുള്ള അവന്റെ പ്രാണപ്രേയസി, അവന്റെ പ്രേമിക്കുന്ന പെൺതരി, ആ പെൺതരിയെ എന്നും പോയി ഇവൻ സ്വകാര്യമായി ദൂരെ നിന്ന് നോക്കുന്ന ഒരു സ്ഥലമാണ്. അവൾ കുളിപ്പുരയിലേക്ക് കയറുമ്പോ ആ ഒരു നേരത്ത് ഇവളെങ്ങനെ ദൂരത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കും. അങ്ങനെ ആസ്വദിക്കുമ്പോ എന്നും ഇവനിങ്ങനെ പറയും, ഓ ആ കുളിപ്പുരയുടെ അടുത്ത് പോയി നിന്ന് നോക്കിയാൽ എന്തൊരു സുഖാണ്, എന്തൊരു രസാണ്. മരണം വന്നപ്പോഴും അയാളെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനം അതാണ് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. മുൻജാബിന്റെ ആ കുളിപ്പുരയിലേക്കുള്ള റൂട്ട് എവിടെയാണ്?
അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന സമയത്തും ഇവന്റെ നാവിലൂടെ വരുന്നത് ആ ഒരു സംഗതിയാണ്. എങ്ങനെ ഉണ്ടാവും സഹോദരങ്ങളെ ആ ഒരു നേരത്തുള്ള വിടവാങ്ങൽ? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, മരിക്കുന്ന നേരത്ത് ഈമാൻ സലാമത്തായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജീവിതകാലത്തുള്ള മൊത്തം പോയി. എല്ലാ സുഹൃതങ്ങളും അതിനു വേണ്ടിയാണ്, എല്ലാ സൽക്കർമ്മങ്ങളും അതിനു വേണ്ടിയാണ്. ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടി, അവസാനം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ നല്ല രൂപത്തിൽ ആള് മരിച്ചു എന്ന് പറയാ? എങ്ങനെ ഒരാൾ നല്ല രൂപത്തിൽ മരിച്ചു എന്ന് തീരുമാനിക്കുക? എങ്ങനെ അയാള് ആഖിബത്ത് നന്നായിട്ടാ മരിച്ചു എന്ന് എങ്ങനെ തീരുമാനിക്കാം? ഒന്നുകിൽ നല്ല ദിവസം മരിക്കണം. നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഉറപ്പിക്കാം അയാളെ മരണം നല്ല മരണാണ്, അവസാനം നല്ല രൂപമാണ്, നല്ല ദിവസമാണ് അള്ളാഹു നൽകിയത്. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ച. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുനിന്ന് വിടവാങ്ങിയത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ? ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം. തിങ്കളാഴ്ചയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ? തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ്. സുന്നത്ത് നോമ്പുകൾ ഷർഫാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു നൽകിയ മഹാൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാര് ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. അംബിയാഇന് ശേഷം മനുഷ്യരിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ. ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത്. അതേ, ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചത്, കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ്. പക്ഷേ സംഗതി നടന്നത് ചൊവ്വാഴ്ചയാണ്. സിദ്ദീഖ് തങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ഇമാം ബുഖാരി തങ്ങളെ തെളിവ്. ഒരു ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല. തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ വഖാഹുല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിഹി, ഖബറിന്റെ ഫിത്നയിൽ നിന്നും അദാബിൽ നിന്നും അല്ലാഹു കാവൽ നൽകുന്നു. എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ചു 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 ചോദിച്ച് നല്ല ദിവസം വഫാത്താകുന്നത്. ഞങ്ങൾ ആ പ്രദേശത്ത് വലിയൊരു ധർമ്മിഷ്ഠൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ സുഹൃതങ്ങളിലൊക്കെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവെന്ന് പോകുമ്പോ ഈമാനോടെ മരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണം എന്നുള്ളത് എപ്പോഴും സംഭവിക്കാൻ, നിങ്ങളെ മുന്നിൽ ഞാനാകാം, എന്റെ മുന്നിൽ നിങ്ങളാകാം, ആരും ആകാം. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ നമുക്ക്. എന്ത് ഗ്യാരണ്ടിയല്ലോ? ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോ ചോദിക്കും എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നല്ലേ. ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോ രസാണ്. ഈ കാലം ഈ ഗ്യാരണ്ടി കാണാൻ ഇയാൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ബൾബ് ഇങ്ങനെ വാങ്ങുമ്പോഴേ
എത്ര വാട്സിന്റെ ബൾബാ? വാട്സ് കൂടുതലുണ്ട്. 400-500 റുപ്യ വില ഉണ്ട്. ഇത് കേട് വന്നാലോ? കേട് വരണ്ട, എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ അത് അങ്ങനെ തന്നെ സാധനം കമ്പനി മാറ്റിത്തരും. 2 വർഷം വരെ അങ്ങനെ ഉണ്ട്. 2 വർഷം ഇത് കത്തി കാണാൻ ഇയാൾ ഉണ്ടാകോ? കേട് വരാൻ നോക്കി നിൽക്കാൻ ഇയാൾ ഉണ്ടാകോ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനല്ലേ?